ശ്രീരാമനാൽ പരിത്യജിക്കപ്പെട്ട സീതാദേവി ലക്ഷ്മണനോടൊപ്പം എത്തിച്ചേർന്നത് പുൽപ്പള്ളിയിലാണെന്നാണ് വിശ്വാസം. സീതാദേവിയുമായും ലവകുശന്മാരുമായും ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളാൽ സമ്പന്നമാണ് ഈ പ്രദേശം. വാത്മീകി മഹർഷി സീതാദേവിക്ക് അഭയം നൽകിയെന്ന് വിശ്വസിക്കുന്ന സ്ഥലത്ത് പ്രതീകാത്മകമായി വാത്മീകി ആശ്രമമുണ്ട്. ഇതിനടുത്തു തന്നെയാണ് മഹർഷി രാമായണ രചന നടത്തിയെന്ന് വിശ്വസിക്കുന്ന മുനിപ്പാറയും. വാൽമീകി ആശ്രമത്തിൽ എത്തിച്ചേർന്ന സീതാദേവിയെ വാൽമീകി മഹർഷി അഭയം നൽകി അവരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് മക്കളായ ലവകുശന്മാരെ പ്രസവിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അതിനുശേഷം കുട്ടികളെ രണ്ടുപേരെയും ലവനെയും കുശനെയും വിദ്യാഭ്യാസം നടത്തുന്നതിനും അസ്ത്രാഭ്യാസം നടത്തുന്നതിനും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തതും സീതാദേവി ശിഷ്ടകാലം കഴിച്ചു കൂട്ടിയതും വാൽമീകി ആശ്രമത്തിലാണ്. സീതാദേവി ശ്രീരാമനെ പിരിഞ്ഞ് ശ്രീലങ്കയിൽ തപസ്സിരുന്ന സമയത്ത് ശ്രീരാമനെ ധ്യാനിച്ചിരുന്ന അശോകവനിയിലെ സീതാദേവിയെ ധ്യാനിച്ചിരുന്ന സ്മരണയ്ക്കാണ് സീതാദേവിയുടെ പൂർണ്ണകായ പ്രതിമ അശോകവനത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. ശ്രീരാമനും സഹോദരന്മാരും ലവകുശന്മാരും ഹനുമാനും വാത്മീകി മഹർഷിയും നോക്കി നിൽക്കെ സീത ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന സ്ഥലത്താണ് ചേടാറ്റിൻകാവ്. ഇവിടെ ഏകശിലയിൽ കൊത്തിയ 1000 ഇതളുള്ള താമരയുടെ ശില്പമുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത രാമായണത്തിലെ ഏറ്റവും ഉദാത്തമായ മുഹൂർത്തം ശ്രീരാമൻ, സീതാദേവി, ഭരതശത്രുഘ്ന ലക്ഷ്മണന്മാർ, ലവകുശന്മാർ, വാൽമീകി മഹർഷി, ഹനുമാൻ സ്വാമി, മറ്റു ദേവഗണങ്ങൾ എല്ലാം ഒത്തുചേരുന്ന നിമിഷം സീതാദേവി അന്തർധാന സമയമാണ്. ആ പുണ്യസ്ഥലമാണിത്. ഇവിടെ എല്ലാം പാദസ്പർശമേറ്റിട്ടുള്ള പുണ്യസ്ഥലമാണിത്. പുൽപ്പള്ളി നഗരമധ്യത്തിലാണ് പ്രശസ്തമായ സീതാ ലവകുശ ക്ഷേത്രം. സീതാദേവിയും ലവകുശന്മാരുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പഴശ്ശിയുടെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം പുതുക്കി പണിതത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ലവകുശന്മാരുടെയും സീതാദേവിയും ഒരുമിച്ച് പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ഒരു സങ്കേതമാണ് നിലവിലെ പുൽപ്പള്ളി സീതാദേവി ലവകുശ ക്ഷേത്രം. ശ്രീമുരുക്കന്മാർ ദേവസ്വത്തിന് കീഴിലാണ് പുൽപ്പള്ളിയിലെ ക്ഷേത്രങ്ങൾ. ലവകുശന്മാർ അറിയപ്പെട്ടിരുന്ന മുനികുമാരന്മാർ എന്നത് ലോപിച്ചാണ് മുരിക്കന്മാർ ആയത് എന്നാണ് വിശ്വാസം. മാതൃഭൂമി ന്യൂസ്, വയനാട്.